ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ അല്ലെങ്കിൽ ഒരു പുരോഗതി ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യന് മധ്യ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന വ്യക്തിയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മനുഷ്യന് മധ്യ നിന്നുകൊണ്ട് ദൈവത്തിനും അരുളപ്പാട് പ്രാപിച്ച് മനുഷ്യർക്ക് കൊടുക്കുന്ന വ്യക്തിയെ പ്രവാചകൻ എന്ന് പറയുന്നു. എങ്കിൽ വിശേഷതയേറിയ വാഗ്ദത്തം തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ മേൽ അവകാശം പറയുന്ന ഒരു പൈശാചിക സ്വാധീനമുണ്ട്. ഇല്ല, ഒരു മാനുഷ്യമായ സ്വാധീനമുണ്ട്. ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ബാഹ്യമായിട്ടോ ആധുനികമായിട്ടോ ഏതെങ്കിലും തലത്തിൽ കൂടെ ആ ഒരു ഫോഴ്സ് ഒന്ന് ചാടി കയറുന്നുവെങ്കിൽ അഭിഷേകത്തോടെ ഇന്ന് ഞാൻ പറയുന്നു, അത് നിറവേറുന്നത് വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുമേൽ സംരക്ഷണം കൊതിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, അബ്രഹാമിന് സ്വർഗസ്ഥന ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, നിന്റെ പേര് വലുതാക്കും. 3, നീ ഒരു അനുഗ്രഹമായിരിക്കും. 4, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 5, നിന്നെ ശപിക്കുന്നവർ ഞാൻ ശപിക്കും. 6, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഈ വിശേഷതീയ വാഗ്ദത്തം അബ്രഹാമിന് പരിശുദ്ധാത്മാവാം ദൈവം അല്ലെങ്കിൽ പിതാവാം ദൈവം ഒട്ടും അറിയില്ല, ഒത്തും അമ്മയെ സ്വന്തം കറ അല്ലെങ്കിൽ ഒന്നും മായി ചേർക്കാതെ വണ്ണം വളരെ പ്യുവർ പ്രോമിസ് പരിശുദ്ധാത്മാവിന് ദൈവാത്മാവ് അബ്രഹാമിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ തന്റെ ആ 75 വയസ്സ് പ്രായമുള്ള മനുഷ്യന്റെ അസ്ഥികൾ ബലപ്പെട്ടു, നാടുകൾ ബലപ്പെട്ടു, രക്തനാമ്യകൾ ബലപ്പെട്ടു, മജ്ജമാംസങ്ങൾ ബലപ്പെട്ടു. തനിക്ക് ജീവിക്കേണ്ട കൊതി തോന്നി, തനിക്ക് അവകാശം പ്രാപിക്കുമെന്നുള്ള അത്യാർത്ഥി അകത്തേക്ക് വെളിപ്പെട്ടു വന്നു. ആ ദൈവശക്തിക്ക് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വാഗ്ദത്തം കിട്ടിയ ദേശത്ത് മഹാക്ഷാമം വന്നു. ആ ക്ഷാമത്തിൽ കഴിപ്പാൻ ആഹാരമില്ല, കുടിപ്പാൻ വെള്ളമില്ല, അസ്വസ്ഥത കൊണ്ട് പൊതിയപ്പെടുന്നു മനസ്സിലാക്കിയപ്പോൾ തിരുഹിതമില്ലാത്ത സ്ഥലത്തേക്ക് ചേക്കേറി. എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ ഉള്ള ഫറവോൻ രാജ്യത്തിലേക്ക് ചേക്കേറി. ആ ഫറവോൻ രാജ്യത്തിലേക്ക് ചേക്കേറിയ ഒറ്റ കാരണത്താല് തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തം ആ സമയത്ത് നിറവേറ്റുന്ന കാര്യത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. 25 വർഷത്തെ ഗ്യാപ്പ് അവിടെ വീണു. ഈ ദൈവശബ്ദങ്ങൾക്ക് ദൈവമക്കളോട് സിസ്റ്റമാറ്റിക്കായിട്ട് നിയോഗപ്രകാരം പ്യുവറായിട്ടൊരു പ്രോമിസ് സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ പക്കലേക്ക് തന്നാൽ അത് നിറവേറ്റുന്നത് വരെ പരിശുദ്ധാത്മാവ് പറഞ്ഞ സ്ഥാനത്ത് മാത്രമേ നിൽക്കാവൂ. മറ്റൊരു സ്ഥാനത്തേക്ക് നമ്മൾ കാലുകൾ മാറ്റി ചവിട്ടുകയോ മൈൻഡ് മാറുകയോ സംസാര ശൈലികൾക്ക് മാറ്റം വരികയോ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് മാറുകയോ ആയി വരുത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വാഗ്ദത്തങ്ങൾക്ക് താമസം വരാൻ സാധ്യതയുണ്ട്. എന്തിന് വാഗ്ദത്തം തന്നത്? നിൽക്കുന്നവർ ദൈവത്തിന് അടുക്കുവാകൃതിയാണ്. അടുത്ത് നിൽക്കുന്നവർ വളർച്ച പ്രാപിക്കാണ്. വളർച്ച പ്രാപിക്കുന്നവർ അമേശ്വരം പന്തലിപ്പാനാണ്. എങ്കിൽ ശ്രേഷ്ഠമായ വാഗ്ദത്തം നമ്മുടെ പുരോഗമനത്തിന് വേണ്ടി, ആത്മീയ പുരോഗമനത്തിന് വേണ്ടി, ഭൗതിക പുരോഗമനത്തിന് വേണ്ടി, ആയുസ്സിന് പുഷ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തോട് പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്, നിങ്ങൾക്കൊരു വിശേഷതയുണ്ട്, നിങ്ങൾക്കൊരു വളർന്നു പന്തലിക്കുന്ന അന്തരീക്ഷമുണ്ട്. അത് പിതാവാം ദൈവം നമുക്ക് തന്ന നിയമത്താൽ സ്ഥാപിക്കപ്പെട്ടൊരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ക്രിസ്തു എന്ന ഏക ദൈവം അല്ലെങ്കിൽ പുത്രനായ യേശു ക്രിസ്തു അതിന്റെ മേൽ നിറവേറുന്നവരെ അത്ഭുതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഒരു അഭിഷ്ടം ബൂസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് വാഗ്ദത്തം പ്രാപിച്ചവരെ കൈവച്ച് കൊടുപ്പാത്തക്കൾ തിടുക്കം കാണിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടൊരു വാഗ്ദത്തം നമ്മുടെ പക്കലേക്ക് തരുവാൻ കൊതിക്കുന്നുവെങ്കിൽ അത് അവകാശമാക്കുന്ന പ്രിയപ്പെട്ടവർ ക്വാളിറ്റി ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ യോഗ്യന്മാരും യോഗ്യതയുള്ളവരുമാക്കി തീർക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മ കൊതിക്കുന്നു. ഈ മാസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ പറയാം, ചില അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കും, ചില വാഗ്ദത്തങ്ങൾ കൈക്കുമ്പോൾ വരും. അതിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട കർത്താവ് ആ കാര്യം നിവർത്തിക്കുന്നവരെയും താമസിക്കാതെ വണ്ണം അത് കയ്യിലോട്ട് പരിശുദ്ധൻ മടക്കി തരുമെന്ന് ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് ശക്തിയെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ കൈ നീട്ടി പ്രാപിക്കാൻ തക്കവണ്ണം കൈ നീട്ടു. ആ നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക്, കുടുംബത്തിനകത്തേക്ക്, സഭാമണ്ഡലത്തിലേക്ക്, തലമുറയിലേക്ക്, അവർ നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക്, അവർ നിൽക്കുന്ന മേഖലയിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, സമസ്ത മേഖലയ്ക്കകത്ത് അത്ഭുതം കാണുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ അതിന്റെ വിശേഷതകൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അത് പിതാവാം ദൈവത്തിന്റെ വാഗ്ദത്തം ആണയാൽ ഉറപ്പിച്ച്
പുത്രൻ അതിനകത്ത് മധ്യസ്ഥ ചെയ്ത പരിശുദ്ധാത്മാവ് കൈകൊണ്ട് തരുത്താൻ തക്കവണ്ണം ബന്ധപ്പെടുന്നത് പോലെ ഇന്ന് ആ ദൂതിന് മുമ്പിൽ സമർപ്പിക്കാൻ തക്ക താല്പര്യപ്പെടും. ഒരു അത്ഭുതം ഈ ദിവസങ്ങൾ കാണും. അത് കൈനീട്ടി പ്രാപിപ്പാൻ കഴിയുമെന്നുള്ള ആ വെളിപ്പാട് ഞങ്ങൾ കൈമാറ്റിക്കൊണ്ട് ദൂത് നിർത്തുന്നു. സ്വർഗ്ഗം നമ്മെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.